നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മള് ഫൈനലിൽ കൊച്ചി എത്തിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി ശല്യത്തെ കൊണ്ട് മേടാണ്. സാധാരണ ഇവിടെ ശല്യം ചെയ്യാതെ എപ്പോഴും ഇന്റർ കൊടുക്കുമ്പോ പക്ഷെ ഇഷ്ടമാണ് വീട്ടിൽ പോവാം. അപ്പൊ ഗൈസ് നിശ്ചിത ബാഗായിട്ട് ഫ്രണ്ടിൽ പോണ്ട്. പാവം എല്ലാം വെയിറ്റ് വാങ്ങി നടക്കും ഒറ്റയ്ക്ക്. നിശ്ചയ വെയിറ്റ് എല്ലാം വെയിറ്റ് ഒറ്റയ്ക്ക് എടുത്ത് കഷ്ടപ്പെടാണ്. അപ്പൊ കൈസ് നമ്മളെ അനിയൻ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് നോക്കുന്നുണ്ട്. ഇവന് നമുക്ക് അപ്പൊ കൈസ് നമ്മളെ വിളിച്ചോണ്ട് വേണ്ടി അനിയനുണ്ട്, പിന്നെ വിഷ്ണു ഉണ്ട്. അപ്പൊ അവര് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരുന്നതായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ട് വെച്ചു. അവരുള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ട് വീട്ടിൽ പോകാൻ എളുപ്പമാണ്. ഇതിൽ ബസ്സിൽ ബാഗ് പിടിച്ചോണ്ട് പോലീസിന് ബുദ്ധിമുട്ടാണ്. അത് ഈ സമയത്തൊക്കെ തിരക്കണ്ടാവും ബസ്സിൽ ഭയങ്കരമായിട്ടും. അത് വേറെ കാര്യം. നിഷിപ്പോ ഒരു വൈറലായിട്ടൊരു പാട്ട് കൂടുന്നുണ്ട്, എന്തോ അമ്മന്തി പാത്തി അങ്ങനത്തെ ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് പാടി ഡാൻസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ അത് കഴിച്ച് നിഷു അനിയുടെ വണ്ടിയിൽ നിന്ന് ബാഗ് ഊരെടുത്തു. ഇനി അത് മടക്കി എടുക്കണം. കാരണം നമ്മുടെ ലഗേജ് കൂടി വെക്കുമ്പോഴേക്കും ഈ ബാഗ് ബാക്കിൽ നമുക്ക് കരുതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ബാഗ് നമ്മൾ ഊരിയെടുത്തു. വിഷ്ണു എടുത്ത് പറഞ്ഞ് വീട്ടിലൊന്ന് അടിപൊളി മമ്മിന്റെ ചോറും കറി ഉണ്ട്, വാ പറഞ്ഞ് വിളിച്ച് അവൻ വരാന്ന് പറഞ്ഞ് അങ്ങനെ അവനെ കൊണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ കുറെ ആയിട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് റൂമിൽ കഴിക്കുന്നുണ്ട്. അപ്പൊ കഴിച്ച് 2 വണ്ടിയുണ്ട്. 2 വണ്ടിനും കൂടി സാധനം കയറ്റി വെച്ചിട്ടാണ്. 2 ബാഗ് ലഗേജ് ഉണ്ടല്ലോ. അപ്പൊ ഫ്രണ്ടിൽ വെച്ച് എനിക്കൊരു വണ്ടിയിലും നിഷുവിനൊരു വണ്ടിയിലും കയറി നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ കഴിച്ച് നമ്മള് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ടുള്ള വിഷയം അടുത്ത റീലിൽ കാണാം കഴിച്ച്. അപ്പൊ കഴിച്ച് നിശ്ചിത അനിയുടെ ഫ്രണ്ടിൽ കൂടെ പോണ്ട്. ഞാൻ ഇവന്റെ കൂടെ വിഷ്ണുവിടെ കൂടെ പോവാണ്. അപ്പൊ കഴിച്ച് നമ്മൾ 3 ദിവസം കൊച്ചിയിലുണ്ടാവും. ശനി വെള്ളി ഇന്ന് മുതൽ വ്യാഴം വെള്ളി ശനി 3 ദിവസം നമ്മൾ കൊച്ചിയിലുണ്ടാവും. നമ്മള് ഞായറാഴ്ച തിരുവനന്തപുരത്ത് വെച്ചിട്ടും കഴിച്ചു. ഞായറാഴ്ച നമ്മള് തിരുവനന്തപുരം എത്താൻ പ്ലാൻ ചെയ്തേക്കണം. നോക്കാം. എന്റെ ചെക്കപ്പിൽ പോകണം. സമയം കഴിഞ്ഞ് ഓൾറെഡി 3 മാസം ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളത് ചേർന്നലിൽ എത്തിക്കഴിച്ചു. ഇവിടെയൊക്കെ റോഡ് പണി ഫാസ്റ്റായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിലൂടെയൊക്കെ ഏകദേശം പകുതി ആവാതെ എനിക്ക് തോന്നുന്നു. അപ്പൊ കഴിച്ച് നമ്മൾ പെരുമ്പിൽ പെട്രോൾ അടിക്കാൻ കഴിക്കുകയാണ്. ഈ പമ്പിൽ നിഷു പണിയെടുത്തിട്ടുണ്ട് കഴിച്ച്. നിഷു ഈ പമ്പിൽ പണിയെടുത്തിട്ടുണ്ട്. നിഷു ഏകദേശം ഈ കുറ്റിയിൽ ഈ ഒരു ഇതിലാണ് നിഷു പെട്രോൾ അടിക്കാൻ നിന്നിട്ടുള്ളത്. നിഷുവിടെ പണിയെടുത്തത്. നിഷുവിടെ സൂപ്പർവൈസറായിട്ടാണ് കയറിയത് ഫസ്റ്റ്. എന്നിട്ട് ഇവിടെ തന്നെ പെട്രോൾ അടിക്കാനും നിൽക്കുമായിരുന്നു. പിന്നെ നിർത്തിയാണ് പണി. മാസ്റ്ററുടെ ജോലിയുടെ നിർത്തി.